മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുക. ഭാരതത്തിന്റെ ആർക്കിയോളജി വിഭാഗത്തില് ഇന്ത്യൻ ഗവൺമെന്റിന് ഭാരതത്തിലെ എല്ലാ സംസ്കൃതിയെയും വീണ്ടും അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഗവേഷണങ്ങൾ ചെയ്ത് സ്റ്റഡി ചെയ്ത് പഠിപ്പിച്ച് ഭാരതീയ സംസ്കൃതിയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു വിശ്വപ്രസിദ്ധനായിരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് ഭായ്. മുഹമ്മദ് ഭായിനെ നമ്മൾ നാളത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ചതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സമയത്തിന്റെ കുറവ് കൊണ്ട് ലോകം മുഴുവൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. ജീവൻ തന്നെ കുറെ പേര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തപസ് ചെയ്യണം, സദാ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ, രാമസ്വാമി ക്ഷേത്രം തിരിച്ചു വന്നത്, അതിനുവേണ്ട സെർച്ച് ചെയ്തത്, ഖനനം ചെയ്ത് കണ്ടുപിടിച്ച് സത്യം എന്താണെന്ന് ലോകത്തിനോട് നിർഭയമായി തിരിച്ചു പറഞ്ഞ മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് ഭായ്. അങ്ങനെ വരാൻ പറ്റില്ല എങ്കിലും എന്തായാലും ഒരു ദിവസം നമ്മുടെ സെന്ററിലേക്ക് എത്തിച്ചേരാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം ഇന്ന് വ്യാഴാഴ്ച ദിവസം നമ്മുടെ കൂടെ എത്തിച്ചേരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് എല്ലാവരും കിട്ടുമല്ലോ, ആ ദിവസത്തേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. മുഹമ്മദ് ഭായിയുടെ യുഗളാണ്. സിസ്റ്ററോട് മുന്നേ വന്നിരുന്നു, അവരും മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരെയും നിങ്ങൾ എല്ലാവരുടെ പേരിലും ബാബയുടെ പേരിലും മെഹന്തിയുടെ പേരിലും ഒക്കെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം തന്നെ അവരെ ഒന്ന് നാളെ നമുക്ക് കിട്ടില്ലല്ലോ, അപ്പൊ ഇന്ന് നമുക്കൊന്ന് ആദരിച്ച് ആരംഭിക്കാം. ഓം ശാന്തി. ബാബ എന്ന് പറഞ്ഞ രത്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ജ്ഞാനരത്നം. അതുപോലെ തന്നെ ഈ ലോകത്തിലേക്ക് സമ്മാനിച്ച് ശേഷമായിരിക്കുന്ന എന്താ പറയുക, അറിവ് നേടി അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ശേഷം നേരത്തെ സിസ്റ്റർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഭായിനെ ഇപ്പോഴാണ് പരിചയം. ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടത് ഇന്നാണ്. അതുകൊണ്ട് ഇന്ന് അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് തിരക്കുണ്ടെങ്കിലും അതിലും ഇന്ന് ബാബു പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഈശ്വരന്റെ കുടുംബത്തിലാണ്, ഈശ്വരന്റെ മക്കളാണ്. എല്ലാവരും അവനോടെയായ രീതിയിൽ ഈശ്വരനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കുടുംബമാണ്, ഈശ്വരീയ കുടുംബം എന്ന് പറയും. ഈ ഈശ്വരീയ കുടുംബത്തിൽ വന്ന് നമ്മുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ വന്ന രണ്ടു രത്നങ്ങളാണ് നമുക്ക് അവരെ ഞാൻ എൻ്റെ പേരിലാണ്. എന്നാൽ ഈ ഈശ്വരീയ കുടുംബത്തിലേക്ക് വേണ്ടി ഇങ്ങനെ വന്നു പോയാൽ കൂടാ, ഈ കുടുംബത്തിലൊരു സദസ്യനായി അതിനുവേണ്ടി എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോൾ വന്നാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ കൂടെ ചെലവഴിക്കാൻ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസ് രാജസ്ഥാനിലേക്ക് കൂടി ഞാൻ രണ്ടാളെ ക്ഷണിക്കുകയാണ്. എപ്പോഴാണോ സമയം കിട്ടുക നമുക്ക് വളരെ നല്ല അറ്റ്മോസ്ഫിയറാണ്. 2 ദിവസം നമുക്ക് വരുന്ന തപസ് ചെയ്യാം, അതിൻ്റെ ശക്തി കൂടി കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി നമ്മുടെ രാജസ്ഥാൻ ഹെഡ് ഓഫീസിലേക്ക് ക്ഷണിച്ച് നമുക്ക് അവരുടെ മുഖത്തുള്ള തന്നെ നമുക്ക് 2 അനുഭവങ്ങൾ കിട്ടും. ആവശ്യം ബഹുമാന്യരായ ബഹൻജി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഞാൻ താമസിക്കുന്നത് ഇവിടെ വളരെ അടുത്താണ്. ജവഹർ നഗറിലാണ്. സെയിൽസ് ടാക്സ് ഓഫീസിന്റെ അടുത്താണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. എൻ്റെ ഭാര്യ എപ്പോഴും ഈവനിങ് വാക്ക് നടക്കാറുള്ളത് ഈ സ്ഥലത്ത് കൂടിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സെന്റർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. വെസ്റ്റ് ഹില്ലിനെ കുറിച്ച് അറിയാമായിരുന്നു, പക്ഷെ ഇവിടെ ഇത്ര അടുത്തൊരു സെന്റർ ഉണ്ട് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു.
എനിക്ക് ബ്രഹ്മകുമാരീസുമായിട്ട് ചില അൺഒഫീഷ്യൽ ബന്ധങ്ങൾ കുറെ മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ 1997 എൻ്റെ പോസ്റ്റിംഗ് ബീഹാറിലായിരുന്നു, പട്നയിലായിരുന്നു. അപ്പൊ അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ UP-യുടെ വാരാണസി വരെയുള്ള ഭാഗങ്ങൾ എൻ്റെ കീഴിലായിരുന്നു. അന്ന് സാരനാഥ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് ബ്രഹ്മകുമാരീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് കെട്ടിടം തയ്യാറാക്കാൻ വേണ്ടി അത് പെർമിഷൻ എൻ്റെ കയ്യിൽ നിന്നും, ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയതുകൊണ്ട് കിട്ടേണ്ടതുണ്ടായിരുന്നു. അവരെന്നെ സമീപിച്ചു. അപ്പം തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു പാൽപുഞ്ചിരിയുമായിട്ട്, അത് മനസ്സിലും അതേപോലെ തന്നെ പുറത്തും ആ പാൽപുഞ്ചിരിയുമായി അവരെൻ്റെ അടുത്ത് വന്നു, പറഞ്ഞു ഇതാണ് കാര്യം. അപ്പൊ ഞാൻ ഈ ബ്രഹ്മകുമാരീസിനെ കുറിച്ച് ആദ്യമേ കുറച്ച് കേട്ടിരുന്നു, പക്ഷേ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ള എല്ലാ പെർമിഷനുകളും പെട്ടെന്ന് ശരിയാക്കി കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായി. എന്നെ അവര് അതേപോലെ തന്നെ ക്ഷണിക്കുകയും ഉണ്ടായി. പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ ജൂറിസ്ഡിക്ഷൻ രണ്ടര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഭോപ്പാൽ താമസിക്കുന്ന അവസരത്തിൽ അവിടെയും ഞങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചു. പക്ഷെ അപ്പോഴും പോകാൻ കഴിഞ്ഞില്ല. ഒരു 1.5 വർഷം മുമ്പ് ദിനേശ് ശർമ്മ എന്നാണ് അവൻ്റെ അബുവിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോഴും പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ വിധിയായിരിക്കാം ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞു. അപ്പൊ ക്ഷണിച്ചവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് ഡൽഹിയിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചു. അപ്പം കാരണം ഇതിൽ പങ്കെടുക്കാം, അത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചു, കുറെ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ ക്ഷണിച്ചത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരാളായിരുന്നു. സുധാ നാരായണമൂർത്തി, മിസസ് സുധാ നാരായണമൂർത്തി, ഇൻഫോസിസിന്റെ സുധാ നാരായണമൂർത്തി ആയിരുന്നു. അപ്പൊ അവര് പിന്നെ ഫോൺ വിളിച്ചതിനോട് പറഞ്ഞല്ല, മുഹമ്മദ് എന്തായാലും വരണം, നമുക്ക് കുറച്ച് കഴിയുന്ന ഒരു അവസരം നാളെയാണെങ്കിൽ അത് കുറച്ചുകൂടി വലിയ രൂപത്തിലായിരിക്കും, പക്ഷേ ഇത്ര പേഴ്സണൽ ഇന്ററാക്ഷൻ ഉണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പം ഇതിനുള്ള ഒരവസരം തന്നതിനും അതേപോലെ ഈ സ്നേഹാദരങ്ങൾക്കും ഞാൻ അദമ്യമായി എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചരിത്രകാരനെ പോലെയല്ല, കണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. അത് ആർക്കെങ്കിലും വേണ്ടി ചിലപ്പോൾ ചരിത്രം വളച്ചൊടിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിലുള്ളത് വസ്തുതകളാണ്. അതിനനുസരിച്ച് മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ആ രൂപത്തിലായിരുന്നു ഞാനും. അയോധ്യയിലായിരുന്നു എൻ്റെ എക്സ്കവേഷൻ 1976-77. അപ്പോൾ പള്ളിയുടെ തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു. അതിൽ പൂർണ്ണ കലശ കൊത്തിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ അഷ്ടമംഗള ചിഹ്നാസ്, 8 auspicious symbols ആണ് in Hinduism. പൂർണ്ണമത, പൂർണ്ണമിതം, പൂർണ്ണാർത്ഥം, പൂർണ്ണമുദച്ഛത്. അത് കണ്ടു. കുറെ ശില്പങ്ങൾ ഉണ്ടായിരുന്നു. ശില്പങ്ങൾ പള്ളികളിൽ ഉണ്ടാകാൻ പാടില്ല, ശില്പങ്ങൾ ഉണ്ടായിരുന്നു. കുറെ പ്രതിമകൾ എക്സ്കവേഷൻ നിങ്ങൾ കിട്ടുകയുണ്ടായി. അത് കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുള്ള കാര്യം. അന്ന് ഞാൻ എക്സ്കവേറ്റ് ചെയ്യുന്നത് എൻ്റെ കൂലിയായിട്ട് പ്രൊഫസർ BB ലാൽ എന്ന് പറയുന്ന നമ്മുടെ ഫോർമർ ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ അദ്ദേഹമായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അംഗമായിരുന്നു. അതൊരു വിവാദമായത് 1990s. അതോടുകൂടി അന്ന് ഞാൻ മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ആയിട്ട്. പത്രത്തിലൊരു വലിയ വിവാദമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനത് അതിന് ഒരു മറുപടി നൽകി. ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിലാണ് പള്ളി ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ കണ്ടതാണ്. അതേപോലെ എക്സ്കവേഷൻ ചെയ്ത അവസരത്തിൽ ധാരാളം പ്രതിമകളും കിട്ടിയിട്ടുണ്ട്. ഈ ക്ഷേത്ര തൂണുകളിൽ പൂർണ്ണ കലശം കൊത്തിയിട്ടുണ്ട്, ശില്പങ്ങളുമുണ്ട്. അത് ഒരു ഭാഗത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ഒരു ഭാഗം മാത്രം കാണിച്ച് മറ്റു ഭാഗം
മറച്ചു വെക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര ഒരു ഹിന്ദുവിന് പ്രാധാന്യമുള്ളതാണ് ഈ സ്ഥലം. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലെങ്കിൽ സ്വമനസ്സാലെ ഈ ക്ഷേത്ര സമുച്ചയം ഹിന്ദുക്കൾക്ക് കൈമാറണമെന്നുള്ള ഒരു പ്രസ്താവന പത്രത്തിൽ അന്ന് ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു. അതിന്റെ എല്ലാ എഡിഷൻസിലും അത് വന്നു. ഇതിന്റെ ക്രമപ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടുമില്ല. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഡിസ്മിസ് ചെയ്യാം. എനിക്ക് സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ കഴിയും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അന്നുള്ള സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് RC ത്രിപാഠി എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "I am going to suspend you right now. I can dismiss you." How did you make such a statement? The fact, I also know the same fact, but at the same time you are a government servant. You should not have issued such a statement. അദ്ദേഹം പറഞ്ഞു വളരെ ശരിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "സർ, എനിക്ക് എൻ്റെ ഉദ്ദേശം തെറ്റായിരുന്നില്ല. കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ചിലപ്പോൾ ടെക്നിക്കലി തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല. ലോകത്തിന് ഞാൻ അതിനുശേഷം ഞാൻ ലോക സംഘടനയെ വാക്കി സംരക്ഷൻ തത്വമർദ്ദിച്ചു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ കോപാകുലനായി എന്നോട് പറഞ്ഞു, "I am a Brahmin from Allahabad. You are teaching me Sanskrit." അപ്പോൾ കൂടുതൽ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹം പറഞ്ഞു, "I am going to suspend you right now." ഡിസ്മിസ് ചെയ്യാൻ അദ്ദേഹത്തിന്, പക്ഷെ അദ്ദേഹം പറഞ്ഞു, "I am going to suspend you." അപ്പൊ ഞാൻ അദ്ദേഹത്തോട് മറ്റൊരു വാചകം പറഞ്ഞു, "സ്വധർമ്മേ നിധനം ക്ഷേത്രം." ഞാൻ എനിക്ക് ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ അത് ഈവൻ ഡെത്ത് ഈസ് ഓൾസോ വെൽക്കം. അത് ആ പറച്ചിൽ അദ്ദേഹത്തിന് ഒരു വലിയ മാറ്റം. അദ്ദേഹം പറഞ്ഞു, "Well, Mr. Monk, you have done the right thing. You should have been spoken by an archaeologist. You are an archaeologist. And you have been spoken by a Muslim archaeologist, and you are a Muslim archaeologist. But at the same time, I am under pressure to take action against." അന്ന് മദ്രാസിലെ ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരും അതേപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ കുറെ പ്രൊഫസർമാരും ഇന്റർവ്യൂ ചെയ്തു. കാരണം RC ത്രിപാഠിയേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകൾ അന്ന് മദ്രാസിൽ ഉണ്ടായിരുന്നു. അത് റിട്ടയർഡ് ആയിരുന്നു. ഐരാവത മഹാദേവൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഗ്രേറ്റ് സ്കോളർ ഓൾസോ, ഗ്രേറ്റ് IAS ഓഫീസർ ഓൾസോ. അതിന് ഇടപെട്ടു. എന്നെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്തില്ല. ദേ ട്രാൻസ്ഫേർഡ് മീ ഫ്രം മദ്രാസ് ടു ഗോവ. ഇത് മാത്രമേ ആക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ കുറെ സംഭവങ്ങൾ ഉണ്ടായി. മറ്റൊന്നുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ കുറച്ചു മുമ്പ് ഈ കൊള്ളക്കാരുമായി ചേർന്നുകൊണ്ട് ചമ്പൽക്കാരിലുള്ള കൊള്ളക്കാരുമായി ചേർന്നുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണങ്ങളാണ്. അത് ഒരു സീരീസ് ആയിട്ട് മാതൃഭൂമിയിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത് 80 ക്ഷേത്രങ്ങൾ എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അത് കൊള്ളക്കാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ അവരെ മനം മാറ്റി അവര് നമ്മുടെ കൂടെ വന്നു. കാരണം യു കനോട്ട് ഡു എനിത്തിങ് ദേർ വിത്തൗട്ട് ഗെറ്റിംഗ് എക്സ്പ്രസ് പെർമിഷൻ ഫ്രം ദോസ് പീപ്പിൾ. അത് 80 ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഗവൺമെന്റ് മാറി. അപ്പം ഗവൺമെന്റ് മാറിയ അവസരത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. ഇപ്പം പുതിയ ഗവൺമെന്റ് ക്ഷേത്രങ്ങൾക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റാണ്. ഇപ്പോൾ ഒരു വലിയ വളർച്ചയുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ ഞാൻ ഈ ഇത് മുഴുവൻ ചെയ്ത് ആദ്യത്തെ ഗവൺമെന്റിന് വീട്ടിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഈ കാര്യം ഞാൻ വളരെയധികം മുഖം നോക്കാതെ ക്രിറ്റിസൈസ് ചെയ്തു. ഞാൻ 2 മാസം മുമ്പ് അയോധ്യയിലായിരുന്നു. അയോധ്യയിൽ എന്നെ ക്ഷണിച്ചിരുന്നു. അവിടെയും എല്ലാ തരത്തിലുള്ള ഗൗരവശാലി ഇതിഹാസ് ഗ്ലോറിയസ് സിവിലൈസേഷൻ എന്ന് പറയുന്നവരുടെ മീറ്റിംഗിൽ വെച്ചിട്ട് ഞാൻ ഓപ്പണായിട്ട് അവരുടെ ക്രിറ്റിസൈസ് ചെയ്തു, പറഞ്ഞ് സംസാരിച്ചു. ഗോരഖ്പൂരിലുള്ള മീറ്റിംഗിൽ വന്നപോലെ ഓപ്പണായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. വെറും ഗൗരവശാലി ഇതിഹാസം വലിയ സംസ്കാരം എന്നൊന്നും പറഞ്ഞത് കൊണ്ടില്ല. യു ഷുഡ് ഡു ഇറ്റ്. അത് ചെയ്യാൻ കഴിയണം.
അപ്പൊ ഞാൻ വളരെ വിഷണ്ണനായി നിൽക്കുന്ന അവസരത്തിലാണ് ഒരിക്കലും എനിക്കൊരു ഫോൺ കോൾ കിട്ടി. ഫോൺ കോൾ വന്നതിൽ സുധ നാരായണമൂർത്തിയിരുന്നായിരുന്നു. അവർ പറഞ്ഞു, മുഹമ്മദ്, I have been hearing a lot about you and I would like to see these places. ഞങ്ങൾ 4 ദിവസം വരെ ബാക്കിയുള്ള സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു, കൊണ്ടുപോയി കണ്ടിച്ചു. And she was highly impressed. She is not simply a philanthropist, she is not simply a business person. And she knows the art and architecture. എല്ലാം പ്രതിമാശില്പങ്ങൾ എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, വർക്ക് നടക്കുന്നില്ല. We expected a lot of this government. വർക്ക് നടക്കുന്നില്ല. അപ്പോൾ then she gave us 4 crores of rupees. അങ്ങനെ ഇത് പിന്നെ 20th ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ വർക്ക് ഒരു മഹാവിഷ്ണു ടെമ്പിൾ ഉണ്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പിൾ, അതിന്റെ വർക്കുകൾ തീരെ നടക്കുന്നില്ലായിരുന്നു. അപ്പൊ അവര് തന്ന ആ പണം കൊണ്ട് 3.75 lakhs ആയിരുന്നു അതിന്റെ എമൗണ്ട്. പക്ഷേ അത് പകുതി പണം കൊണ്ട്, അതായത് 2 crores കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി ആ സേവ് ചെയ്ത 1.75 crores ഉണ്ട്, അതുകൊണ്ട് 10 ക്ഷേത്രങ്ങൾ കൂടി ഞങ്ങൾ കെട്ടിപ്പൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവനും അത് കോൺഗ്രസ്സുകാരുടേതായാലും BJPക്കാരുടേതായാലും അത് വെട്ടി തുറന്ന് പറയും. അപ്പം ആ പറയുന്നതോട് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷെ ഇതൊന്നും മുഖം നോക്കാതെ പറയുക എന്നുള്ളതാണ് ഒരു ആർക്കിയോളജിസ്റ്റിന്റെ കടമ. അതാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഇന്നത്തെ ഈ ആദരവിനും ഈ ബഹുമാനത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അത് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ അവാർഡ് പേര് മാത്രം പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവാർഡൊന്നും പറയാത്ത കേട്ടോ. പിന്നെ എനിക്ക് ഒരു കഴിഞ്ഞ ഏപ്രിലിൽ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം മീൻസ് എനിക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ലീനയുടെ അടുത്ത് സംസാരിച്ച സമയത്താണ് ലീന പറഞ്ഞു, നമുക്കൊന്ന് ഇവിടെ പോകാം, ഒരു മെഡിറ്റേഷനൊക്കെ നമുക്ക് ഒന്ന് നോക്കിക്കളയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഡോക്ടർ ശിവാനി മാഡത്തിൻ്റെ ബഹൻജിയുടെ മെഡിറ്റേഷൻ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. എനിക്കതൊരു പ്രോത്സാഹനമായിരുന്നു, ഒരു ഇൻസ്പിറേഷനായിരുന്നു. അതേപോലെ ഞങ്ങൾ സാറ് പറഞ്ഞ പോലെ ഭോപ്പാലിലുള്ള സമയത്ത് അവരുമായിട്ട് ഇങ്ങനെ കൂടി കാണാനും പിന്നെ അതേപോലെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിരുന്നു. പക്ഷേ ശിവാനി മാഡത്തിൻ്റെ എന്തുകൊണ്ട് എനിക്കറിയില്ല, എന്നെ വല്ലാത്തൊരു ആകർഷണമായിരുന്നു അത്. അപ്പം ഞാൻ രാത്രി മെഡിറ്റേഷൻ ആയിരുന്നില്ല, പക്ഷെ കേട്ട് കിടക്കുകയായിരുന്നു. പിന്നെ ഒരു മെഡിറ്റേഷൻ്റെ വഴി എനിക്ക് തോന്നിയത് ഇതിന് ശേഷമാണ്. ഏപ്രിൽ മാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സംഭവം, അതിനുശേഷം ഞാനത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ശിവമെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 2ാം പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. അപ്പം എനിക്ക് എല്ലാവരെയും കാണാനും പിന്നെ ഇതേപോലെ ഒന്ന് സംഗമിക്കാനും കഴിഞ്ഞതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ബ്രഹ്മകുമാരീസിൽ ജീവിതം അതുപോലെ കൊണ്ടുവരണം എന്നാണ്. അതുകൊണ്ടാണ് ഈ ഫോട്ടോകൾ വെച്ചത്. അപ്പൊ ഞങ്ങൾ സ്വപ്നം കാണാണ് നിങ്ങൾ രണ്ടുപേരും കാലങ്ങളോളം വളരെ സ്നേഹത്തോടെ പരസ്പര വിശ്വാസത്തോടെ ജീവിച്ച ഒരു യുഗൾസാണ്, കപ്പിളാണ്, പതിപത്നിയാണ്. ഇനി ജന്മജന്മങ്ങളിലേക്ക് ലക്ഷ്മി നാരായണനെ പോലെ ഉയർന്ന ജന്മങ്ങൾ എടുക്കാൻ വേണ്ടി ഇവിടെ ആഴത്തിൽ പഠിപ്പിക്കുന്ന വാല്യൂ ഇൻകൾക്കേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സൗഭാഗ്യം സിദ്ധിക്കട്ടെ. ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ തുടർന്ന് സൗഭാഗ്യം ലഭിക്കട്ടെ. ഓം ശാന്തി.